NHS മാരത്തോൺ തുടങ്ങി ഏകദേശം ഈ ഒരു സമയം കഴിഞ്ഞ വർഷമായപ്പോഴാണ് എൻ്റെ ഒരു ആദ്യത്തെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് തുടങ്ങിയത് പിന്നീട് ഒരു 4 മാസത്തിൽ ഏകദേശം ഒരു 30ഓളം ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ മാസവും ഓരോ ജോലി എന്ന് പറഞ്ഞിട്ട് എല്ലാം സെലക്റ്റഡ് ആയി കിട്ടി. അങ്ങനെ 3 ബാൻഡ് 3 റോളായിരുന്നു എൻ്റെ കയ്യിൽ ഓപ്ഷനായിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ജോബിൻ്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് രണ്ടാമത്തെ ജോബിൻ്റെ സെലക്റ്റഡ് ആയി എന്നുള്ളൊരു ഇമെയിൽ വരുന്നത്. അങ്ങനെ അതിൻ്റെ പ്രൊസീജിയറും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അത് പകുതി എത്തിയപ്പോഴേക്കുമാണ് മൂന്നാമത്തെ റോളിൻ്റെ ഇൻ്റർവ്യൂവും ക്വാളിഫൈഡ് ആയെന്ന് പറഞ്ഞ് വരുന്നത്. അങ്ങനെ ബാക്ക് ടു ബാക്ക് 3 ഇൻ്റർവ്യൂസും ക്വാളിഫൈഡ് ആയ സമയത്ത് ഏതിൻ്റെ പ്രൊസീജിയർ ആദ്യം തീരുന്നോ അതിൽ പോകാമെന്ന് ആദ്യം തീരുമാനിച്ചു. പിന്നീട് ഫസ്റ്റ് റോളിൻ്റെ ടൈമിംഗ് അത്ര ഫേവറബിൾ അല്ലാത്തതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ച് ബാക്കി 2 ഓപ്ഷൻ എടുത്തു. ഏറ്റവും അവസാനം കിട്ടിയ ഇൻ്റർവ്യൂ എൻ്റെ വീടിനടുത്ത് വളരെ അടുത്തായിരുന്നു. ഒരു 40 മിനിറ്റ്സ് ബസ്സിൽ പോകാനേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ജോബ് ഡിസ്ക്രിപ്ഷൻ വെച്ച് നോക്കുന്ന സമയത്ത് നല്ലവണ്ണം വ്യത്യാസം ഉണ്ടായിരുന്നു. രണ്ടും ബാൻഡ് 3 എൻട്രി ലെവൽ ജോബ് ആണെങ്കിലും ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ റോളിൽ കിട്ടും എന്നുള്ളൊരു ഒറ്റ ഹൈലൈറ്റ് വെച്ചിട്ടാണ് രണ്ടും കൽപ്പിച്ച് ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവിടെ എന്നെ കാത്തിരുന്നത് ഒരുപാട് നല്ല കൊളീഗ്സും അതുപോലെ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസുമാണ്. അത് നന്നായി എൻജോയ് ചെയ്തു വരുന്നു.